1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയ കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവജനത്തിന്റെ ഓരോ വാക്കുകളും നോക്കിയാൽ കർത്താവ് നമ്മളോട് പറയാ, നീ ഒരു ദൈവവേദല. സ്ലേവിയുടെ മക്കളോട് പിശാച് പറയുന്നൊരു വാക്കുണ്ട്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്ക് പരിചയമുണ്ട്, നീ ആരാണെന്ന് ചോദിച്ചത്. പക്ഷേ ആ പിശാച് നമ്മളെ നോക്കുമ്പോഴെന്താ കാണുന്നതെന്നറിയോ? അവൻ എന്നെ നോക്കിയിട്ടും നിങ്ങളെ നോക്കിയിട്ടും പറയും, ഇതൊരു ദൈവവൈതലാണ്, അവന്റെ നെറ്റിയിൽ ആ മുദ്രയുണ്ടെന്ന് പറയും. നീ ചിലത് പറഞ്ഞാൽ അത് കേൾക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ സാഹചര്യങ്ങൾ എന്നെ കേൾക്കും. ഐ മീൻ ഒരു ഇരുട്ടിന്റെ ബലത്തിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. യേശുവിന്റെ അടുക്കല് പിശാച് വന്നിട്ട്, യേശുവിനെ അറിയായിരുന്നു അല്ലേ? പിശാചിനെ അറിയായിരുന്നു, യേശു ആരാണെന്ന് അറിയായിരുന്നു, യേശു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയായിരുന്നു. ഐ മീൻ ഓരോ ദിവസവും എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്, എന്ത് ബോംബാണ് ഇടാൻ പോകുന്നത് നോക്കിയിട്ടാണ് പിശാചായിരുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കും, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം, ഈ കല്ലിനെ അപ്പമാക്കാൻ കഴിയുമെന്നറിയാം. നീ ദൈവപുത്രനാണോ? ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. നീ ദൈവപുത്രനാണോ? ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. നമ്മൾ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യത്തെ നോക്കിയിട്ടല്ലേ പലപ്പോഴും പറയുന്നത്. പിശാച് നമ്മളോട് ചോദിക്കുക, നീ എത്ര നാളായി കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട്? ഈ പ്രശ്നം മുൻപിൽ നിന്ന് മാറിയോ? ഇതാ നമ്മളോടും ചോദിക്കുന്നത്. കൺഫ്യൂഷനെ കൊണ്ടുവരിക. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ, ഞാനൊരു ദൈവവേദലാണ്. നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞ, ഞാനൊരു ദൈവവേദലാണ്, ഞാനൊരു നീതിമാനാണ്. ഐ മീൻ ഞാനൊരു ശാപത്തിലുമല്ല. ഐ മീൻ പിശാചിന് എന്നെ ഒന്നും ചെയ്യാനായി കഴിയത്തില്ല. ഞാനൊരു ദൈവവേദലാണ്. ഞാൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കും. ഐ മീൻ ആ തൊടുന്നതിലെല്ലാം വർധന ഉണ്ടാകും. ഒരു ക്രൈസിസും എന്നെ തൊടത്തില്ല.